ഹലോ മക്കളെ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു അടിപൊളി പ്രീവിയസ് ഇയറിൽ നമ്മളോട് ചോദിച്ച 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? അവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഒരു 1 മാർക്കാണ്, ഇത് 2 മാർക്കിൻ്റെ, ഇത് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ക്യാച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 അല്ലേ? നമുക്ക് ഒറ്റയടിക്ക് ആൻസർ എഴുതി കൂടെ? y ഈക്വൽ ടു എന്താ വരുന്നത്? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ആണ് വരുന്നത്. ഓക്കെ, സൈൻ y ഈക്വൽ ടു 1/2. വൈക്ക് ഏത് ആംഗിൾ വരുമ്പോഴാണ് നമുക്കിവിടെ 1/2 കിട്ടുക? നമുക്കറിയാം സൈൻ പൈ ബൈ 6 ഈക്വൽ ടു, അതായത് 30 ഡിഗ്രി ആണ് എന്ത് വരുന്നത്? 1/2 വരുന്നത്. അപ്പോൾ y ഈക്വൽ ടു എന്താ വരുന്നത്? y ഈക്വൽ ടു π/6. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ, ഫൈൻഡ് വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ്, അല്ലേ? കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos 2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. 2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? ദാറ്റ് ഈസ് π/6. അപ്പോൾ ഇനി നമുക്കത് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos 2 ഇൻറ്റു 1/2 എന്ന് വരും, അല്ലേ? സൈൻ ഇൻവേഴ്സ് 1/2ന് പകരം സൈൻ ഇൻവേഴ്സ് π/6 ആണ്. 2 ഇൻറ്റു π/6 എന്ന് വരും, അല്ലേ? 2 ഇൻറ്റു π/6. 2ഉം 6ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? π/3 കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos π/3. എന്താണ് മക്കളെ 2 cos π/3? cos π/3ൻ്റെ വാല്യൂ എന്താ വരുന്നത്? 1/2 ആണ്, അല്ലേ? അപ്പോൾ നമുക്കറിയാം cos π/3 ഈക്വൽ ടു എന്താണ്? 1/2 ആണ്, അല്ലേ? cos 60 ഡിഗ്രി. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു 1/2 എന്ന് വരും. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് കിട്ടും. ടാൻ എപ്പോഴാണ് 1 ആവുന്നത്? 45 ഡിഗ്രിയിലാണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു π/4. ടാൻ ഇൻവേഴ്സ് 1 എന്താ വരുന്നത്? π/4 ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ π/4 ആണ്.